ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തി അങ്ങോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് അലീന ചെയ്യുന്ന ജോലിയൊക്കെ നോക്കിയിട്ട് അലീനയോട് ചോദിക്കുകയാണ്, ഇന്ന് രോഹിത്ത് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നോ എന്ന്. അപ്പോൾ അലീന പറഞ്ഞു, വന്നായിരുന്നു എന്ന്. പിന്നെ നീ എന്താ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുവാണ്. മേഡത്തോട് പറഞ്ഞാൽ മേഡം അത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അലീന അത് പറയാതിരുന്നതെന്ന് അലീന പറയുന്നുണ്ട്. പിന്നെ അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞത് മുത്തശ്ശിയോടാണ്, മുത്തശ്ശിയാണ് പറഞ്ഞത് സാറിനെ വിളിച്ച് പറയാൻ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഫോണിൽ വിളിക്കാമായിരുന്നോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല, മേഡത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മേഡം അതപ്പോൾ എനിക്ക് തന്നിട്ടില്ല എന്ന്. സാറിൻ്റെ നമ്പർ കലണ്ടർ നോക്കിയാണ് എടുത്ത് വിളിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിനക്ക് രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര അധികാരം, എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, അവൻ എൻ്റെ അനിയനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ, അവൻ എനിക്ക് അനിയനെ പോലെയാണ്. പിന്നെ ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഈ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമൊക്കെ എനിക്കാണ്. മേഡം ഒന്നെങ്കിൽ പറയണം, ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ വേറെ ആര് കയറി ഇറങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുവാണെങ്കിൽ കുഴപ്പമില്ല, അതുവരെ എനിക്ക് തന്നെയാണ് ഈ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇത് കേട്ട് വൈജ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിളാണ്. ബാലേന്ദ്രനും ബബിതയും വൈജയും കൂടെ കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, സാർ എനിക്ക് നാളെയും മറ്റന്നാളെയും ലീവ് വേണമെന്ന് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ അത് കേട്ടപാടി തന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ്. വൈജയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വൈജ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പം തന്നെ സമ്മതിച്ചു കൊടുത്തതെന്ന്. അപ്പോൾ അലീന തിരികെ നല്ല കുറികൊള്ളുന്നൊരു മറുപടി പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ പിന്നെ ചോദിക്കണം ഒരു ലീവ് വേണമെങ്കിൽ എന്നും. അപ്പോൾ വൈജയ്ക്ക് അത് കേട്ടപ്പോൾ ഒരു ചമ്മലായി. അപ്പോൾ എന്നിട്ട് അലീന നിൽക്കുമ്പോഴേക്കും നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട്, നീ അവകാശമൊക്കെ ചോദിക്കാറായോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ അവകാശം തന്നെയാണ്, ഞാൻ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. ഔദാര്യം ഞാൻ നിങ്ങൾക്കാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ വൈജ എന്ത് ഔദാര്യം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ ഫാമിലിയെ പോലെ കണ്ട്, എൻ്റെ സഹോദരന്മാരെ പോലെ കണ്ടും പിന്നെ സാറിന് അച്ഛനെ പോലെ കണ്ടുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഔദാര്യമാണിതെന്ന് പറയുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് മേഡത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേഡം നാളെ തന്നെ എനിക്ക് സാലറി എന്ന് പറഞ്ഞു വിട്ടേക്കെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ബാലേന്ദ്രനോട് നമ്മുടെ വൈജ പറയുന്നത്, നാളെ തന്നെ അവൾക്ക് സാലറി കൊടുത്ത് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ കൊടുത്ത് വിട്ടേക്കാം, നിങ്ങളുടെ അമ്മയുടെ മോളിലെ. അപ്പോൾ നമ്മുടെ ബബിത സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വൈജ അലീനയെ പറഞ്ഞു വിടുന്ന കാര്യം പറയാൻ നേരത്തെ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പുതിയ വേലക്കാർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നത്, അമ്മേനെ നമുക്ക് കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ കൊണ്ടുവിടാൻ ശിവേട്ടനാണ് അമ്മയെ നോക്കേണ്ടതെന്ന് പറയുന്നു. നമുക്കിവിടെ ഒരു ജോലിക്കാരിയും വയ്ക്കാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വൈജ അത് സമ്മതിക്കുന്നില്ല കേട്ടോ. അമ്മയെ നോക്കുന്നൊരു ഹോം നേഴ്സിനെ വെച്ചാൽ പോലെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മയെ നോക്കുന്നൊരു ഹോം നേഴ്സിനെ വയ്ക്കാം, വീട്ടിലെ ജോലിയൊക്കെ നിങ്ങൾ അമ്മയും മക്കളും കൂടെ ചെയ്തു തീർത്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അത് ബബിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു ഹോം നേഴ്സിനെ വയ്ക്കാൻ നേരത്ത് 4 ലീവ് അവർക്ക് കൊടുക്കണം, ഒരു വേലക്കാരിയെ വയ്ക്കാൻ നേരത്ത് അവർക്ക് 4 ലീവ് കൊടുക്കണം, ടോട്ടൽ 40,000 രൂപയും 8 ലീവും കൊടുക്കണം. അലീനയ്ക്കാണെങ്കിൽ 10,000 രൂപയും 2 ലീവ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു ഹോം നേഴ്സിനെയും ജോലിക്കാരെയും കൂടെ ഒരുമിച്ച് ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ വൈജ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തോ. ബബിത ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഈ വീട്ടിലെ ജോലി ചെയ്യുന്ന അമ്മ വിചാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വൈജ ബബിതേനെ എണീറ്റ് പൊടിയെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞ് അകത്തേക്ക് വിടുന്നുണ്ട് കൈ കഴുകാൻ വേണ്ടി കേട്ടോ. പിന്നെ അടുത്ത സീനിൽ അലീന മുറ്റമടിക്കുകയാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറും ആ ഡോഗും കൂടെ നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഡോഗ് ഓടി വരുവാണ് അലീനെ മുറ്റമടിക്കുന്നത് അറിഞ്ഞിട്ട്. അലീന എന്നിട്ട് അലീനയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഡോക്ടർ പുറകെ വരുന്നു. ഡോക്ടർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഡോക്ടർ അലീനയെ ചീത്ത പറയുവാണ്, നീ എന്തോ കൊടുത്ത് മയക്കിയിട്ടല്ലേ അവൻ വരുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രനും വൈജയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ അവർ കാര്യം തിരക്കുമ്പോൾ ഡോക്ടർ പറയുവാണ്, ഇവൻ കൂട് തുറന്നാൽ ഇങ്ങോട്ട് ഓടും, നടക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പം തന്നെ അലീനയുടെ അടുക്കിലേക്ക് ഓടും. അലീന എന്തോ കൊടുത്ത് വശത്താക്കി എന്ന് പറയും. അപ്പോൾ ആണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയും, ഇല്ല ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറയും. ഇപ്പോൾ വൈജയും പറയും, നീ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും ഇല്ല എന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ഞാൻ കണ്ടിട്ടുണ്ട് ഇവള് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അലീന പറയും, അത് റിങ്കുനല്ല കൊടുത്തേക്കുന്നത്, വേറെ ഡോഗ്സിനൊക്കെ കൊടുത്തേക്കുന്നത്, റിങ്കുന് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് ദേഷ്യമാവും. നമ്മുടെ ബാലേന്ദ്രൻ അലീനയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയും കേട്ടോ, അലീനയെ നമ്മൾ എന്തൊട്ട് കെട്ടിയിരുന്നോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ച് ഡോക്ടറെ കളിയാക്കും. അപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട് ഡോക്ടർ ബഹളം വെച്ച് അവിടെ നിന്ന് ഡോഗുമായിട്ട് ഇറങ്ങിപ്പോവും. അപ്പോഴും ഡോഗ് അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അലീന ഡോഗിനോട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. വൈജയും ബാലേന്ദ്രനും കൂടെ വീടിനകത്തേക്ക് പോവും. പിന്നെ കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ അടുത്ത് വരുന്നതാണ്. മുത്തശ്ശി ചോദിക്കുവാണ്, എന്താണ് അവിടെ ഒരു ബഹളം കേട്ടേന്ന് ചോദിക്കുമ്പോൾ അലീന സംഭവിച്ചതൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, പണ്ട് തൊട്ടേ ഡോഗ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എവിടെ പോയാലും
ഈ ഡോഗൊക്കെ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരാറുണ്ട്. ഉടമസ്ഥനുള്ള ഡോഗ്സ് ആണെങ്കിലും ഒരു നിമിഷം അലീനയുടെ കൂടെ വരാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡോഗ്സൊക്കെ ഇങ്ങനെ കൂടെ വരുമായിരുന്നു എന്നൊക്കെ പറയും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് ഒട്ടും പേടിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നായ്ക്കളെ തീരെ പേടിയില്ല എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളെ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അലീന നമുക്ക് എറണാകുളത്ത് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പം മുത്തശ്ശി ചെറുതായിട്ടൊന്ന് വിഷമിക്കുകയാണ്. നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും ഉണ്ടാവും 2 ദിവസത്തേക്കെന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം മുത്തശ്ശിയെ നോക്കാൻ മേഡവും ബബിതമോളും കൃഷ്ണമോളൊക്കെ ഇല്ലേന്ന് പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അവർക്ക് നോക്കിയാലും അവർക്ക് താല്പര്യമില്ലാത്ത പോലെ ചെയ്യുള്ളൂ, നീ ഉള്ള പോലെ ആവില്ലെന്നൊക്കെ പറയുന്നു. എന്നാലും നീ പോയിട്ട് പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല, 2 ദിവസം വേണം. നമ്മുടെ രേവതിക്കുട്ടീനെയും ചിന്നുമോളെയൊക്കെ കാണണം. അവർക്ക് ആരും ഇല്ലാത്തതാണ്. ആരും ഇല്ലാത്തവർക്ക് ഒരാളുണ്ടാവുമ്പോഴേക്കും അവർക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്നൊക്കെ പറയുന്നു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് നീ പോയിട്ട് വാന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് വിടുവാണ്. പിന്നെ അലീന നേരെ പുറത്തേക്ക് ഇറങ്ങി വൈജയന്തിയോട് പറയുവാണ് ഞാൻ പോകുവാണെന്ന് പറയുവാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നീ ജോലിയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അലീന ചെയ്ത ജോലികളുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴേക്കും അലീന ഒന്നിങ്ങനെ ആലോചിക്കുന്നു. എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ് ചോദിക്കുന്നു മാഡം ഞാൻ ലീവല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? അപ്പം വൈജ ചോദിക്കുന്നു നീ എന്നോട് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ജോലി മാഡം പറയാതെ തന്നെ ചെയ്താലും മാഡം അതിങ്ങനെ ചവിട്ടിയരിക്കുകയല്ല വേണ്ട, ഒരു നന്ദി പറയുക വേണ്ടതെന്ന് പറയുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട് നാളെയും ഞാൻ ലീവാണ്, എന്നിട്ട് നാളെ എന്നോട് നേരത്തെ വരണമെന്ന് പറയുന്നത് എന്തിനാ, മറ്റന്നാൾ വരുള്ളൂ എന്ന് പറഞ്ഞ് അലീന ഇറങ്ങിപ്പോവാണ്. അപ്പോൾ വൈജ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വൈജ ബാലേന്ദ്രനോട് പറയുകയാണ് എന്തൊരു അഹങ്കാരമാണ് അവൾക്കെന്ന് പറയുന്നു. അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് അവൾ പറഞ്ഞത് മനസ്സിലായില്ലേ, അവൾ ലീവായിട്ടും അവളുടെ ഒരു മര്യാദ വെച്ച് അവളെ ഈ വീട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിയും ചെയ്ത് തീർത്തിട്ടാണ് പോണേ. അവളോട് നീ ജോലി ചെയ്തോന്ന് തിരക്കുന്നതിനേക്കാൾ നല്ലതൊരു നന്ദി പറയുന്നതാണെന്ന് പറഞ്ഞ് അലീനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം കയറിയിട്ട് വൈജ അകത്തേക്ക് കയറി പോവാണ് ചെയ്യുന്നത്. പിന്നെ അലീന ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് അകത്ത് നിൽക്കുന്നതാണ് എപ്പിസോഡ് അവസാനം.